ആരൂട്ടിക്ക് ഒരു 6 മാസം കഴിഞ്ഞതിന് ശേഷം തേങ്ങ പൊട്ടിക്കുമ്പോൾ ഉള്ള വെള്ളം എന്നും അവളാണ് കേട്ടോ. ഇപ്പൊ തേങ്ങ പൊട്ടിക്കാനായിട്ട് ഞാൻ കയ്യിൽ തേങ്ങ എടുക്കുമ്പോഴേക്കും ആള് ഓടി വരുവേ. ഓടുമ്പോ കയ്യിലൊരു പാത്രം കൂടെ കരുതിയിട്ടുണ്ടാവും. അങ്ങനെ ആള് രാവിലെ കുറച്ച് തേങ്ങാ വെള്ളമൊക്കെ റൈസ് കുക്കറിൽ നിന്നുള്ള ചോറ് കൂടി എടുത്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് അവിടെ ഇരുന്ന് തിളയ്ക്കുന്നു. നിങ്ങളിപ്പോ ചിന്തിക്കുന്നുണ്ടായിരിക്കും ഇതാരാണ് യുദ്ധഭൂമിയിൽ പുതിയൊരു അതിഥി. ചെറിയൊരു മഴ പെയ്താലും വെള്ളം വറ്റിയാലും ഒക്കെ ഇവിടെ നല്ലതുപോലെ വെള്ളം കലങ്ങും. ഞങ്ങള് മാത്രമല്ലല്ലോ, കുഞ്ഞുകൂടി കുടിക്കുന്നത് കൊണ്ട് ഒരു പ്യൂരിഫയർ വാങ്ങാന്ന് വിചാരിച്ചു. അവൾക്ക് വെള്ളം കൊടുക്കുമ്പോൾ ചൂടാക്കി തന്നെയാണ് കൊടുക്കുന്നത്. എന്നാലും ഒരു കുറച്ചും കൂടി എക്സ്ട്രാ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് പ്യൂരിഫയർ വാങ്ങി. രാവിലെ കുറച്ച് വെയിൽ കണ്ടപ്പോ ആരൂട്ടി കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് കളിക്കാനായിട്ട് ഇരുത്തിയിട്ടുണ്ട്. അവൾ ഇതിനകത്ത് ഇരുത്താൻ ഏട്ടൻ സമ്മതിക്കില്ല കേട്ടോ. കാരണം അവള് തലയിൽ കൂടെ പോയി വെള്ളം ഒഴിക്കും, പിന്നെ അത് പനിയാവാനും ചാൻസ് ഉണ്ട്. കൊണ്ട് കഴുകാനുള്ള തുണിയൊക്കെ കഴുകി ഞാൻ അവളെയും കുളിപ്പിച്ച് അകത്ത് കൊണ്ടുവന്ന് തുണിയൊക്കെ ഇട്ട് കൊടുത്ത് ഫുഡ് കൊടുക്കാനായിട്ട് ഇരുത്തിയിട്ടുണ്ട്. ഫുഡൊക്കെ കൊടുത്തിട്ടിരുന്നപ്പോഴത്തേക്കും പുറത്തുകൂടി ഫ്രൂട്ട്സ് വേണ്ടി പോകുന്നുണ്ടായിരുന്നു. അങ്ങനെ ഏട്ടൻ കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ അച്ഛനും നോക്കും വേണ്ടിയിട്ടാണ് കേട്ടോ. മാങ്ങ, എനിക്ക് പൈനാപ്പിൾ. സത്യം പറഞ്ഞാൽ ഈ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഈ വീട്ടിൽ പൈനാപ്പിൾ ഇല്ല ഗൈസ്. 2 ദിവസം കൊണ്ട് ഞാൻ ഈ 3 പൈനാപ്പിളും ഒറ്റയ്ക്ക് ഇരുന്നത്. ഞാൻ ഭയങ്കര പൈനാപ്പിൾ അഡിക്റ്റഡ് ആയിട്ടുള്ളൊരു ഗേളാണ് കേട്ടോ. ഈ വീട്ടിൽ ആരും ഇഷ്ടമല്ല, ഏട്ടനും ഇഷ്ടമല്ല, പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ തിന്നുകൊണ്ടിരിക്കും. കയറി ഇറങ്ങി തിന്നാൻ അടിപൊളിയായിരുന്നു, ഭയങ്കര മധുരമായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ല.